ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞു. മൺഡേ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കുറേ ആൾക്കാർക്കെങ്കിലും ഇഷ്ടമാണ്. അതൊരു എന്താ പറയുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് എനിക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പലരുടെ അനുഭവത്തിലൂടെ, എൻ്റെ അനുഭവത്തിലൂടെ, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ. അത് ഞാൻ ഇങ്ങനെ ചില ചില ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളിൽ കുറേ ആൾക്കാർ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും. അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോം ഓഫ് ഡിസ്കഷനായിട്ട് മാറുന്നു. അപ്പോൾ രസകരമായ ഒരു സെഷൻ പോലെ നമുക്കിത് മൺഡേ മോട്ടിവേഷൻ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നും ഞാൻ അതുപോലൊരു ടോപ്പിക്കാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് വിവാഹ ജീവിതത്തിലെ ചില പൊരുത്തക്കേടുകൾ, കുറേ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഒക്കെ ചേർന്ന് വരുന്ന കുറച്ച് സംഭവങ്ങൾ. അതായത് ഇപ്പോൾ പഴയ ജനറേഷൻ്റെ കാര്യം എടുക്കാം, പുതിയ ജനറേഷൻ്റെ കാര്യം എടുക്കാം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പറയും പെട്ടെന്നാണ് ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് കൂടുതൽ ചിന്തിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്ടക്കേടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ പിരിഞ്ഞു പോകുന്നൊരു സമ്പ്രദായമുണ്ട്. അത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് അത് കൂടുതലായിട്ട് പ്രാവർത്തികമാകുന്നത്. അല്ലാണ്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വേണ്ടാന്ന് വെച്ച് പോകാനായിട്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ പഴയ ജനറേഷനിലെ ആൾക്കാർക്ക് ഇത്രത്തോളം ഈസി അല്ലായിരുന്നു അങ്ങനെ ഒരു വിവാഹത്തിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം അങ്ങനത്തെ സോഷ്യൽ ഒരു സെറ്റപ്പായിരുന്നല്ലോ ആ കാലഘട്ടങ്ങളിലൊക്കെ. കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു 10-20 വർഷം മുന്നെയോ, അല്ലെങ്കിൽ ഒരു അങ്ങനെ വേണമെങ്കിൽ പറയാം, മുന്നേ തൊട്ട്, അല്ലെങ്കിൽ ഒരു 15 വർഷം മുന്നെയൊക്കെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. എങ്കിൽ പോലും പല വീടുകളിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ആ മാരീഡ് ലൈഫ് ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡിവോഴ്സ് എന്നുള്ളൊരു പരിഹാരത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, വർഷങ്ങളായി പരസ്പരം ഇഷ്ടപ്പെടാതെ ആണെങ്കിലും ഒരു 25, 30, 40 വർഷം ജീവിക്കുന്ന ദമ്പതികളെയും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഡിവോഴ്സ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു വീട്ടിലൊരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്നു, കുട്ടികളുണ്ടാകും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നാണ് അതിന് പറയുക. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. അപ്പോൾ അത് ഒരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സ് ചെയ്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിലൊരു ചുരുക്കം പറഞ്ഞാൽ, ഡിവോഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പരിഹാരം മുന്നിലുണ്ട്, പക്ഷേ അത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫാമിലിയായിട്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടാകും, ഹസ്ബൻഡും വൈഫും, നാട്ടുകാരുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര്, എന്തൊക്കെയോ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസമുള്ളവരുടെ കാര്യത്തിലും ജോലിയുള്ളവരുടെ കാര്യത്തിലും. അപ്പോൾ അതായത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കാം, സ്ത്രീയുടെ കയ്യിൽ പൈസയും ഉണ്ടായിരിക്കും, എങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. കുടുംബം പുറമേ കാണുന്നവർക്ക് ഒരു നല്ലൊരു കുടുംബം ഉണ്ട്, ഹസ്ബൻഡ്, വൈഫ്, ചിലപ്പോൾ കുട്ടികൾ, എല്ലാവരും ഉണ്ട്, അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ആ ഒരു യൂണിറ്റി ഇല്ല, അവർ തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ഇല്ല, അവർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പിരിയാനും പറ്റുന്നില്ല. ഡിവോഴ്സ് എന്നുള്ളൊരു എന്താ പറയുക, പരിഹാരം അവർക്ക് പ്രാവർത്തികമല്ല, പ്രാക്ടിക്കലല്ല. അങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യം ഞാൻ എടുത്തു പറയാം. ആ ഭാര്യമാർ, അല്ലെങ്കിൽ ആ വീട്ടിലെ 2 കുടുംബമാണല്ലോ, അപ്പോൾ മക്കളുണ്ട്, അച്ഛനമ്മ. ആ അമ്മ എന്ന് പറയുന്ന ലേഡി, അതായത് ഭാര്യയാണ്, അവർ വർഷങ്ങളായി ഇങ്ങനെ പീഡനം അനുഭവിച്ച്, പീഡനം മെൻ്റൽ സ്ട്രെയിനാണ്, ഫിസിക്കൽ ആയിട്ടുള്ള പീഡനമൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനുള്ള സാമ്പത്തികമുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും അവർ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഷീ ഈസ് സോ മച്ച് ഫ്രസ്ട്രേറ്റഡ്. അങ്ങനെ എത്ര പേരെ നമുക്കറിയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നമുക്കറിയാൻ പറ്റില്ല, നമ്മളത് കണ്ടാലും നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. കാര്യം അങ്ങനെ ആയിരിക്കും, അഭിനയിച്ചൊരു ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അത്രയും വിഷമത്തോടു കൂടി ഇനി എന്ത് ചെയ്യും, അത് അങ്ങനെ വരുമ്പോഴാണ് ചില ആൾക്കാർ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. കാര്യം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തു നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചവരാണ്, പുറമേ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, പക്ഷെ എന്തിനാണ് അവർ പോയി മരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ മരിച്ചു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും.
അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഒരുപാട് ഉള്ളിൽ ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഭയങ്കരമായിട്ടുള്ളൊരു സമ്മർദ്ദം എന്നുള്ള ഒരു ടെൻഷൻസും അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് പോകുന്ന ആൾക്കാർ ആ ടെൻഷൻസ് എല്ലാം കുറച്ച് ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, മാറിപ്പോകാൻ പറ്റില്ല, ഒന്നിച്ച് ജീവിച്ചേ പറ്റുള്ളൂ, ഒരു കൂരയ്ക്കുള്ളിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പോംവഴി എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ഇല്ല, ഓക്കെ, ഡിവോഴ്സ് ഇസ് നോട്ട് പോസിബിൾ. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ യാതൊരു ഐക്യവും ഇല്ലാണ്ട് പോവാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരു കെയർ കിട്ടുന്നില്ല, ലവ് കിട്ടുന്നില്ല, ഒന്നും തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല, പരസ്പരം വിഷമമാണ്. അപ്പോൾ എന്താ ചെയ്യുക? അതിന് 1-2 ചെറിയ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഫസ്റ്റ് തിങ്, ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ മനസ്സമാധാനത്തോടെ ആ കുടുംബത്തിൽ ജീവിച്ചു പോകാം എന്നുള്ളതാണ് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പല സ്ഥലത്തു നിന്നും വായിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില ഐഡിയാസാണ്. അതായത് ഒരു എന്താ പറയുക, മെൻ്റൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മെൻ്റലി ഡിറ്റാച്ച് ചെയ്യുക. അതായത് ഫിസിക്കൽ ഡിവോഴ്സിനപ്പുറത്തേക്ക്, ലീഗൽ ഡിവോഴ്സിനപ്പുറത്തേക്ക് മെൻ്റൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോവുക. മാനസികമായിട്ട് അങ്ങ് അകന്നു പോവുക. അതായത് നമ്മൾ ഇങ്ങനെ ആ ഭർത്താവ് എന്നുള്ളൊരു വ്യക്തിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുമ്പോഴാണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇത്രത്തോളം നിരാശ വരുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു നോക്കൂ. അതായത് ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, നമ്മളോട് എത്രത്തോളം സ്നേഹം കാണിക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റാണത്. അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലേ? നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നത് തന്നെ അങ്ങനെ പല പ്രതീക്ഷകളുമായിട്ടാണ്. ആ പ്രതീക്ഷകളൊന്നും നടക്കാതെ വരുമ്പോഴാണല്ലോ ഈ ഒരു വലിയ നിരാശയും അതിൽ നിന്നുണ്ടാകുന്ന ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അങ്ങനെ പരസ്പരം ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം. പക്ഷേ ഡിവോഴ്സ് ചെയ്യാനും പറ്റുന്നില്ല, പറ്റുന്നൊരു സാഹചര്യമല്ല. അങ്ങനെ എത്രയോ ആൾക്കാരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്കൊരു ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. അതായത് ഈ മനുഷ്യനിൽ നിന്നും എന്തൊക്കെ കിട്ടും കിട്ടില്ല എന്നൊക്കെ ഏകദേശ ധാരണയായല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? യാതൊരു കാര്യം ആലോചിക്കേണ്ട, ജസ്റ്റ് മെൻ്റലി അങ്ങ് ഡിറ്റാച്ച് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, മെൻ്റൽ ഡിവോഴ്സ്. മെൻ്റലി ആ ഭർത്താവ് എന്നുള്ള ആളിൽ നിന്നും മനസ്സിനെ അങ്ങ് മാറ്റിയെടുക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരാളുമല്ല. അപ്പോൾ എന്തിനാണ് കൂടുതൽ അയാളിലേക്ക് തന്നെ പല പല പ്രതീക്ഷകളും, ഇനിയും അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതങ്ങ് വിടുക. മാനസികമായിട്ട് ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു അഫെക്ഷനും സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മെൻ്റലി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അത് ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മൾ മാനസികമായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗത്തേക്ക്, ഭർത്താവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ചു കിട്ടാത്ത സ്നേഹം എപ്പോഴും മനസ്സിൻ്റെ വിങ്ങലാണെന്നൊരു പറച്ചിലില്ലേ, പണ്ട് തൊട്ട് പറയുന്ന കാര്യമാണ്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് പകരം മെൻ്റലി അങ്ങ് ഡിറ്റാച്ച് ചെയ്യുക. അതിനാണ് ഞാൻ പറഞ്ഞത് മെൻ്റൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. മെൻ്റലി ഡിറ്റാച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത്, അതൊട്ട് കിട്ടാനും പോണില്ല. അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ. അതായത് 2 വ്യക്തികൾ തമ്മിൽ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ഒരു ബന്ധം, അതിനപ്പുറത്തേക്ക് അത് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഈ മനസ്സാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മാനസികമായിട്ട് നമ്മൾ ആ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് മാനസികമായിട്ട് വിചാരിക്കുക, വി ആർ ലിവിങ് അണ്ടർ വൺ റൂഫ്. ഓക്കെ, ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്ന 2 വ്യക്തികൾ ലിവിങ് ടുഗെദർ. കുട്ടികളെ വളർത്താനായിട്ട് ഞങ്ങളൊരു ലിവിങ് റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുന്നു എന്നാണ് വിചാരിക്കുക. നോ പ്രോബ്ലം. അപ്പോൾ ഇതൊരു വർക്കിംഗ് റിലേഷനായിട്ട് വിചാരിക്കുക. ഇതൊരു പാർട്ട്ണർഷിപ്പെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടോ ഒക്കെ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. സോ ദിസ് ഈസ് എന്താ പറയുക, ഒരു പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ 2-3 കുട്ടികളോ ഒരു കുട്ടിയോ 2 കുട്ടിയോ എത്രയാണെങ്കിലും ആ കുട്ടികളുണ്ട്. അവരുടെ ജീവിതവുമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. കാര്യം ആദ്യത്തെ ഓപ്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. ഡിവോഴ്സ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഡിവോഴ്സ് ചെയ്യുക, പോവുക, പുതിയൊരാളെ കണ്ടെത്തുക. നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ ആളെ കിട്ടുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ അങ്ങനെ, അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതൊന്നും പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു വീട്ടിനകത്ത് ജീവിക്കുന്ന 2 വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ലേഡി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുക. നമ്മൾ ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്ന, കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന 2 വ്യക്തികൾ ലിവിങ് ടുഗെദർ, മക്കൾക്ക് വേണ്ടി ജീവിച്ചു പോകുന്നു. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റേതായ കടമകൾ
ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് അത്യാവശ്യം വീട്ടുകാര്യങ്ങൾക്കൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഈ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹം അങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇത്രയും സ്നേഹിക്കുന്നില്ലേ, എനിക്കിത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണം വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോഴാണ് ഈ ഫ്രസ്ട്രേഷനൊക്കെ വരുന്നത്. അത് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയേ വേണ്ട. ഭർത്താവെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വഴക്കിനൊന്നും പോകേണ്ട കാര്യമില്ല. പുള്ളിയുടേതായ ഡ്യൂട്ടീസൊക്കെ ചെയ്തു പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോടൊപ്പം പെരുമാറുന്നില്ല, നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നില്ല, നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത്, അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഇഷ്യൂ. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാണ്ടിരിക്കുക. കുട്ടികൾക്ക് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു, ലിവിങ് ടുഗെദർ ആൻഡ് ഗോയിങ് ഫോർവേഡ് എന്ന് മാത്രം വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകുക. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകുക. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ഡു ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അയാളുടെ ബിഹേവിയർ, അയാളുടെ നിങ്ങളോടുള്ള പെരുമാറ്റം, മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാനേ പാടില്ല. നിങ്ങളെപ്പോഴും ശാന്തമായിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആവാതിരിക്കുക, ഭയങ്കരമായിട്ട് ദേഷ്യം വരാതിരിക്കുക. എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല. അങ്ങനെയാണെങ്കിലും അത് നിങ്ങളെ ബാധിക്കാനേ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മെൻ്റൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഒരു ബാരിയർ ഉണ്ടാക്കുക. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ രണ്ട് വ്യക്തികളുടെ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റേ ആളെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു ബാരിയർ ഇടയ്ക്കുണ്ടാകണം. അതാണ് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്. ആ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മെൻ്റലി ഡിറ്റാച്ച് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എന്ത് കാര്യം നിങ്ങളെ ആ ആൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ രീതിയിൽ മെൻ്റലി ഹേർട്ട് ചെയ്താലും അത് നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അത് നേരിടുക. ഒന്ന് ജസ്റ്റ് ബി കൂൾ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ വ്യക്തിയെക്കുറിച്ചുള്ള, അതായത് ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ അത് കുറച്ചൊന്ന് കുറയ്ക്കുക. എത്രയാണ് പ്രതീക്ഷിക്കേണ്ടത്? ആ പ്രതീക്ഷകളാണല്ലോ നമുക്ക് നിരാശ കൊണ്ടുവരുന്നത്. ഒരു 10 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50% കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിലൊരു 50% നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, പ്രതീക്ഷയുടെ ഒരു ലെവല്. ഒരു 10% പോലും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശ വരും, സ്വാഭാവികമാണ്. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പ്രതീക്ഷകളൊന്നും വെച്ചേക്കാണ്ടിരിക്കുക. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. ഒരു പ്രതീക്ഷയും വെക്കേണ്ട. എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ വളരെ താഴേക്ക് കൊണ്ടുവരിക. 100% അല്ലെങ്കിൽ 80% ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ 10%ത്തിലേക്ക് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ നിരാശാബോധം വളരെ വളരെ കുറഞ്ഞു കിട്ടും. ഒരാളെക്കുറിച്ച് നമ്മളൊരു വലിയ പ്രതീക്ഷ വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ആ ആൾ പെരുമാറിയില്ലെങ്കിലാണല്ലോ നമുക്ക്, ഇതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ മാത്രമല്ല, ഏതൊരു ബന്ധത്തിലാണ്, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് മറ്റേ ആൾ, പാർട്ട്ണറോ ഫ്രണ്ടോ ഹൂവർ ഇറ്റ് ഈസ്, അത് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും, നിരാശയായിരിക്കും. അപ്പോൾ ആ നിരാശയും ഡിസപ്പോയിൻമെൻറ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും അധികം വെക്കാതിരിക്കുക, വലിയ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? നമ്മുടെ ഫോക്കസ്, നമ്മുടെ ബെസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്തുകൊണ്ടിരിക്കുക. യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതാണ് മെയിനായിട്ട് കാര്യം. നമ്മളെ സ്നേഹിച്ചാലേ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങൾ നേരിടാനായിട്ട്. പ്രതീക്ഷകളേ വേണ്ട. ഓക്കെ, വളരെ മിനിമലിസ്റ്റിക് പ്രതീക്ഷകൾ വെച്ചാൽ മതി. അപ്പോൾ നടന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഹസ്ബൻഡിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്നു, പുള്ളിയെ തന്നെ നമ്മളെ കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഭർത്താവ് ഭാര്യയായിട്ട് ഒന്നിച്ച് എത്രയോ, നമ്മൾ ചുറ്റും കാണുന്ന എത്രയോ കപ്പിൾ ആയിട്ട് ജീവിക്കുക, എത്രയോ കപ്പിൾസ് നമുക്ക് കാണാനുണ്ട്. ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട്, ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ഓടിച്ചാടിയൊക്കെ നടക്കുന്നു, ഒന്നിച്ച് പോകുന്നു, എവിടെയും ഒന്നിച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്കതൊന്നും നടക്കുന്നില്ലല്ലോ, നമ്മളും അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളോടൊപ്പം വേണം, അത് ആഗ്രഹം അല്ലേ? പക്ഷെ ആ എക്സ്പെക്റ്റേഷനിൽ ആ ആൾ വന്നില്ലെങ്കിൽ, നമ്മളെ ഷോപ്പിങ്ങിന് കൂടെ വന്നില്ലെങ്കിൽ നിരാശ വരില്ലേ? വരണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ. പക്ഷെ വരില്ല എന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചല്ല, അങ്ങനെയൊന്നും വരുന്ന ഒരാളല്ല, നമുക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു, ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു, അയ്യോ വരും, പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ വരുന്നില്ല. പണ്ട് വന്നുകൊണ്ടിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ വരുന്നില്ല. പക്ഷെ നമ്മളത് ആ റിയാലിറ്റിയിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് വിടുക. അപ്പോൾ നമുക്കൊരു നിരാശയില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോയി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം പോയി തുടങ്ങും. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ആൾ വരും എന്ന്, ഹസ്ബൻഡ് വരില്ല എന്നുള്ള ഒരു
ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നിരാശയ്ക്ക് അവിടെ യാതൊരു എന്താ പറയുക സ്ഥലവും ഇല്ല. നിരാശ ഓക്കെ, നിരാശ വേണ്ട, അവിടെ സ്ഥാനമില്ല നിരാശയ്ക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിവാഹ ജീവിതം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വിവാഹം കഴിക്കും, പക്ഷേ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ ലൈഫിൽ അൾട്ടിമേറ്റ് അവസാന കാര്യം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്നൊന്നും വിചാരിക്കേണ്ട. വിവാഹം കഴിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. വിവാഹം കഴിച്ചിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നവരുണ്ട്, സങ്കടത്തിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കണം. വിവാഹം കഴിഞ്ഞിട്ടും നിരാശയാണ് ജീവിതത്തിൽ. വിവാഹം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിവാഹം ഇറ്റ്സ് നോട്ട് ആൻ അൾട്ടിമേറ്റ് തിങ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ ലൈഫിൽ അത് മാത്രമല്ല എൻ്റെ ഫോക്കസ്. വിവാഹ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് നമ്മുടെ തന്നെ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാം, നമ്മുടെ ഹോബീസിൽ ഫോക്കസ് ചെയ്യാം, നമുക്ക് മറ്റ് സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ബന്ധങ്ങളും ബന്ധുബലവും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മളൊരു സൊസൈറ്റി ജീവിക്കുന്നുണ്ട്, ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ലേഡി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അവരോടൊപ്പം മൂവ് അറൗണ്ട് ചെയ്യാം, പുറത്തോട്ട് പോകാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ പിന്നെ ഇതിനൊക്കെ ഇത് വേറെ കാര്യം പറയും, ചില ഭർത്താക്കന്മാർ ഇതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഭയങ്കര പോസസീവ് ആയിട്ടുള്ളവരായിരിക്കും. ഈ സ്വാതന്ത്ര്യം പോലും തരുന്നത്, ഞാൻ അവരുടെ കാര്യമൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. കാര്യം അതിലൊക്കെ ഭാര്യമാർക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ പറയുന്നത് ഒരു എന്താ പറയുക, വലിയ തലയിടലൊന്നും ഇല്ലാത്ത കാര്യങ്ങളിലാണ് ഞാൻ പോകുന്നത്. ഭർത്താവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഭാര്യയ്ക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ചിലപ്പോൾ ജോലിയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിലും അത്യാവശ്യം സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സാമ്പത്തികമൊക്കെ അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ, പക്ഷെ മാനസികമായിട്ട് രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അവിടെ നിന്നും കിട്ടുന്ന സ്നേഹം പര്യാപ്തമല്ല, കെയർ പര്യാപ്തമല്ല, ഒന്നും പര്യാപ്തമല്ല. അതിൻ്റെ നിരാശാബോധം, ഒറ്റപ്പെടൽ, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒറ്റപ്പെടലിൽ നിന്നെല്ലാം നമുക്ക് പുറത്തേക്ക് വരാം. നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. വിവാഹ ജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കാൻ പോവാം, ഡാൻസ് പഠിക്കാൻ പോവാം, നിങ്ങൾക്ക് എന്താ ഇഷ്ടം, നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങളില്ലേ. പിന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം, അവരുടെ നല്ല കാര്യം, അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലുള്ള ആൾ എന്തെങ്കിലും ചെയ്തു തരും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. കിട്ടിയാൽ അതൊരു ബോണസാണ്, കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് വിട്ട് കളയുക. അതിന് വേണ്ടിയിട്ട് വെള്ളം വെക്കണം. അയാൾ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നില്ല, നമ്മളെ അടി ഇടി ബഹളമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് കുഴപ്പമില്ല. മെൻ്റൽ ഹറാസ്മെൻ്റ് ആണല്ലോ മെയിൻ. മെൻ്റലി നമുക്കൊരു സന്തോഷവും ഒരു തൃപ്തിയും കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം. അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ് വേറെ ആളാണോ തരേണ്ടത്? അല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. തന്നാൽ സന്തോഷം, കിട്ടാത്തടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, എന്തെല്ലാം മാർഗ്ഗങ്ങൾ. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾ ആ സൈഡിലേക്ക് കൂടുതൽ പ്രതീക്ഷകൾ വെക്കേണ്ട, നിരാശ ഉണ്ടാവില്ല. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാകുക. നമ്മൾ വിചാരിക്കുക ദിസ് ഇസ് റിയാലിറ്റി. നമ്മൾ റിയലൈസ് ചെയ്യണം. അല്ലാതെ നമ്മൾ നിരാശാബോധത്തോടുകൂടി നമ്മുടെ മെൻ്റൽ ആരോഗ്യവും കളഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള കഴിവുകളും ഒക്കെ നഷ്ടപ്പെടുത്തി, നമുക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ തിരിച്ചറിയാത്തതാണ്. അതെല്ലാം നഷ്ടപ്പെടുത്തി ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം ജസ്റ്റ് വർക്ക് ഓൺ ഇറ്റ്. നമ്മുടെ സ്ട്രെങ്ത് കണ്ടെത്തുക. നമ്മുടെ കോർ ഫോക്കസ് എന്താണ്? നമ്മുടെ സ്ട്രെങ്താണ് നമ്മുടെ ഫോക്കസ്. അതിലേക്ക് പോവുക. നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൊണ്ടുപോകുക. അല്ലാണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെ ഫൈൻ, ഡിവോഴ്സ് ചെയ്ത് സ്വന്തമായിട്ട് മറ്റൊരു ലൈഫിലേക്ക് പോകാം. പക്ഷെ പറ്റാത്തവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ഉപദ്രവമുള്ളൊരു ഹസ്ബൻഡാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന പരിഹാരം ഒന്നും ഒരു പരിഹാരമേ ആയിരിക്കില്ല, ചിലപ്പോൾ ചെയ്യാൻ തന്നെ പറ്റണം എന്നില്ല. പക്ഷേ അതല്ലാതെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു കക്ഷി ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്, പക്ഷേ ഒരു കാര്യത്തിനും സഹകരണമില്ല, ഒരു രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പ്രതീക്ഷിക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോയാൽ ഹാപ്പിയായിട്ട് ജീവിക്കും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അല്ലാണ്ട് നിരാശാബോധം വന്നിട്ട് നശിച്ച് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും പോയി, നമുക്കൊരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ പോയി എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കാണ്ട് അങ്ങനെയൊക്കെ പോകാണ്ട് ഫോക്കസ് അതർ തിങ്സ് ആൻഡ് ബി ഹാപ്പി. അതാണ് എനിക്ക് തോന്നിയ കാര്യം. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. ഇതൊരു അവസാന വാക്കല്ല, ഇതൊരു കൺക്ലൂസീവായിട്ടുള്ളൊരു കാര്യമല്ല. ഡിപ്പെൻസ്. പലതരം കപ്പിൾസ്, പലതരം
ദാമ്പത്യം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ പലതും അറിയാണ്ട് പോകുന്നതാണ്. അപ്പോൾ പല രീതിയിൽ പല ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടേതായ രീതിയിൽ ചെയ്യുക. നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ട്രെങ്താണ് നമ്മുടെ ഹാപ്പിനെസ്. അത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആലോചിക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് എന്താ പറയുക, കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും പറയുക. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.